ഹായ് ഓൾ. ഫസ്റ്റ് ഡേ തൊട്ട് നമ്മുടെ ന്യൂ ബോൺസിന് വേണ്ട കുറച്ച് എസെൻഷ്യൽസ് കാണാം. ഇപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. സോ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് എസെൻഷ്യൽ എന്ന് പറയുന്നത് ഡ്രൈ ഷീറ്റ് ആണ്. ഇതുപോലത്തെ ഒരു ഡ്രൈ ഷീറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ഈ ഡ്രൈ ഷീറ്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോർഷൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടും ഈ പോർഷൻ ഈ രീതിയിലുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫുൾ ടൈം ഡയപ്പർ യൂസ് ചെയ്യാനാണ് പ്ലാനെങ്കിൽ പോലും ഒരു ഡ്രൈ ഷീറ്റ് ഉള്ളത് നല്ലതാണ്. കാരണം കൊച്ചിന് ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൽ കടത്തിയിട്ട് ഡയപ്പർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഡയപ്പർ എപ്പോഴും റെഗുലറായിട്ട് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് 2-3 എണ്ണം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് വാട്ടർ വൈപ്സ് ആണ്. ഇത് മദർ സ്പർഷിൻ്റെ വാട്ടർ വൈപ്സ് ആണ്. വാട്ടർ വൈപ്സ് നമുക്ക് എന്തായാലും എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഹോസ്പിറ്റലിൽ നമുക്ക് കുഞ്ഞു മക്കളെ നമുക്ക് വെള്ളം കൊണ്ട് എപ്പോഴും തുടയ്ക്കാൻ പറ്റില്ല. സോ ഇത് വാട്ടർ വൈപ്സ് ആണ്. ഒരിക്കലും നമ്മൾ വെറ്റ് വൈപ്സ് മേടിക്കരുത്. വെറ്റ് വൈപ്സ് ചിലപ്പം ബേണിംഗ് ആയിക്കൊണ്ടായിരിക്കും. നമ്മുടെ കുഞ്ഞിൻ്റെ ബോഡി ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പം വാട്ടർ വൈപ്സ് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തത് മദർ സ്പർഷിൻ്റെ വാട്ടർ വൈപ്സ് ആണ്. പിന്നെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഡയപ്പർ റാഷ് ക്രീം. അതായത് നമ്മുടെ കയ്യിൽ ഇത് സെറ്റാഫിലിൻ്റെ ആണ്. കൊച്ചുങ്ങളുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ഡയപ്പറിനോടൊക്കെ പെട്ടെന്ന് റാഷ് ഉണ്ടാവും. അപ്പം ഫ്രം ഡേ 1 ഡയപ്പർ റാഷ് ക്രീം ഡയപ്പർ യൂസ് ചെയ്യുന്നതിന് മുന്നേ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. എല്ലാ ഡയപ്പർ ചേഞ്ചിനും യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഒരു ദിവസം 2-3 തവണ മാത്രം യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് എസെൻഷ്യൽ ആണ് മ്യൂസ്ലിൻ ക്ലോത്ത്. മ്യൂസ്ലിൻ ക്ലോത്ത് നമുക്ക് ഒരു 2-3 എണ്ണം കയ്യിലുള്ള നല്ലതാണ്. കാരണം നമുക്കിത് മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാം. കൊച്ചിനെ സ്വാഡിൽ ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ ബ്ലാങ്കറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പോകുമ്പോൾ നമ്മൾ ടർക്കി കൈ കരുതില്ല, അതുപോലെ തന്നെ കൈ കരുതാൻ പറ്റുന്ന ഒന്നാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്താണ്. സോ ഇത് 2-3 എണ്ണം. ഒന്നും ഓവറായിട്ട് മേടിച്ച് വെക്കരുത്. എല്ലാം മാക്സിമം 2-3 എണ്ണം. അത് കൂടുതലൊന്നും നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇലക്ട്രിക് നെയിൽ ട്രിമ്മർ. അതായത് ഈ ട്രിമ്മർ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ന്യൂ ബോൺസിന് എന്തായാലും നെയിൽസ് ഉണ്ടാവും. നല്ല ഷാർപ്പായിരിക്കും. പിള്ളേരുടെ കൈ എപ്പോഴും അവരുടെ കൈയിനെ കൊണ്ട് തന്നെ മുറിയും. അപ്പം ഇതുപോലത്തെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാണ്ട് തന്നെ ഇത് ഗ്രൈൻഡ് ചെയ്യാൻ പറ്റും. ഇതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണതാണ്. ബേബി ഡിറ്റർജൻറ്റ്. ഇത് മദർ സ്പർഷിൻ്റെ ആണ്. നമ്മൾ യൂസ് ചെയ്ത നോർമൽ ഡിറ്റർജൻറ്റ് കൊണ്ട് കൊച്ചുങ്ങളുടെ തുണി അലക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൽ ഭയങ്കര ഫ്രാഗ്രൻസ് ഉണ്ടാകും. ചില പിള്ളേർക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ബേബി ഡിറ്റർജൻ്റ് ആണ്. ഇത് മെയിനായിട്ട് പ്ലാന്റ് ബേസ്ഡ് ആണ്. സോ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പ്രൊഡക്ട്സ് ഒന്നും പറഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ന്യൂ ബോൺ എസെൻഷ്യൽസ് ആയിട്ടുള്ള നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. അല്ലാണ്ട് ചവർ പോലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. സോ ഇതിൻ്റെ എന്തെങ്കിലും ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ന്യൂ ബോണിന് അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ലിങ്ക് DM ചെയ്തേക്കാം. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.